ആർഷഭാരതത്തിന്റെ ആത്മീയ ഉന്നതിക്ക് അടിസ്ഥാനമാണ് യോഗശാസ്ത്രം. മജ്ജയും മാംസവുമുള്ള സാധാരണ മനുഷ്യൻ ഈശ്വരനാകുന്നതും യോഗശാസ്ത്രത്തിന്റെ പിൻബലത്തോടെയാണ്. നിത്യയൗവനം നേടി ആരോഗ്യവാനായി അല്ലലൊഴിഞ്ഞ മനസ്സുമായി ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഒരുപക്ഷെ ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് മനുഷ്യൻ കഠിന പ്രയത്നം നടത്തുന്നത്. യൗവനയുക്തമായ ശരീരമുണ്ടെങ്കിൽ മാത്രമേ ജീവിതം സന്തോഷപ്രദമാകൂ. യൗവനം എന്ന വാക്കിന് പ്രായവുമായി ബന്ധമില്ല. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യമാണ് യൗവനം. ഇതിലേക്കുള്ള തുറന്നിട്ട വാതായനമാണ് യോഗ. ഒരു തിരിനാളത്തിന്റെ ദീപ്തശോഭ പോലെയാണ് നമുക്കുള്ളിലെ ജീവചൈതന്യവും. കേവലം ഒരു ദീപനാളം പോലെ ജ്വലിച്ചു തുടങ്ങി ഒടുവിൽ തീക്ഷ്ണജ്വാലകൾ ഉയർത്തുന്ന സൂര്യ തേജസ്സായി അത് മാറുന്നു. സ്വയം പ്രകാശിക്കാനും മറ്റുള്ളവർക്ക് പ്രകാശമേകാനും മനുഷ്യൻ സൂര്യ തേജസ്സായി ഉയരണമെന്നു തന്നെയാണ് ഭാരതീയ പൈതൃകവും നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ചെറുതരി വെട്ടത്തെ സൂര്യ തേജസ്സായി ഉയർത്തുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായാണ് ആധ്യാത്മിക ആരോഗ്യ സംസ്കരണ പദ്ധതിയായ യോഗശാസ്ത്രത്തെ അനുശാസിക്കുന്നത്. ആത്മചൈതന്യം അഗ്നിജ്വാലകൾ പോലെ ഉയർന്നു പൊങ്ങുമ്പോഴും അലകൾ കുറഞ്ഞ ജലപ്പരപ്പ് പോലെയാകണം യോഗിയുടെ മനസ്സ്. ഭാരതത്തിലെ ഋഷിവര്യന്മാർ ആത്മജ്ഞാനത്തിലൂടെ കണ്ടറിഞ്ഞ് തലമുറകൾക്ക് പകർന്നു നൽകിയ പ്രകൃതി ജീവനത്തിന്റെ വരദാനമാണ് യോഗ. യോഗി തപസ്വികളെക്കാളും ജ്ഞാനികളെക്കാളും കർമ്മികളെക്കാളും ശ്രേഷ്ഠനാകുന്നു. അതിനാൽ നീ യോഗിയായി ഭവിക്കുക എന്നാണ് ഭഗവത്ഗീത പോലും ഉദ്ഘോഷിക്കുന്നത്. ജാതിമത വർണ്ണ വർഗ ലിംഗ ഭേദമന്യേ ആർക്കും യോഗ അഭ്യസിക്കാനാകും. വേണ്ടത് മാനസികമായ തയ്യാറെടുപ്പ് ഒന്നുമാത്രം. പതഞ്ജലി മഹർഷിയുടെ പാതഞ്ജല യോഗസൂത്രവും സ്വാത്മാരാമ വിരചിതമായ ഹഠയോഗ പ്രദീപികയുമാണ് യോഗശാസ്ത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ. ആർഷഭാരത സംസ്കാരം നമുക്ക് നൽകിയ യോഗവിദ്യ സ്വായത്തമാക്കാൻ സ്ഥിര പരിശീലനം മാത്രമാണ് ആവശ്യം. ഭാരതത്തിന്റെ ചിരപുരാതനമായ ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതി നിങ്ങളുടെ ആധ്യാത്മിക ശക്തിയും ആരോഗ്യവും വർദ്ധിപ്പിക്കും. യോഗവിദ്യയുടെ അടിസ്ഥാന തത്വങ്ങളായി യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയെ കണക്കാക്കുന്നു. യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിന് മുമ്പായി നമുക്കവയെ ധ്യാനാസനങ്ങൾ, ലഘുയോഗാസനങ്ങൾ, വിഷമാസനങ്ങൾ, കഠിന യോഗാസനങ്ങൾ എന്നിങ്ങനെ 4 തരംതിരിക്കാം. ഇവയിൽ ധ്യാനാസനങ്ങളാണ് ആദ്യം പരിശീലിക്കുന്നത്. അതിനു മുമ്പായി ചില ലഘു വ്യായാമ മുറകളും ശ്വാസോച്ഛ്വാസ വ്യായാമങ്ങളും പരിശീലിക്കാം. ദീർഘശ്വസന പ്രാണായാമം. യോഗനിഷ്ഠകൾ പ്രാണായാമത്തിൽ അധിഷ്ഠിതമാണ്. ശ്വസനക്രിയയാണ് എല്ലാ യോഗാസനങ്ങളെയും പരിപൂർണതയിലെത്തിക്കുന്നത്. ദീർഘശ്വസന പ്രാണായാമത്തിനായി ഉള്ളിലേക്ക് സാവധാനം ശ്വാസമെടുക്കുക. വായടച്ച് മൂക്കിന്റെ ഇരുദ്വാരങ്ങളിൽ കൂടിയും കണ്ഠനാളം തുറന്നു വേണം ശ്വാസമുള്ളിൽ നിറയ്ക്കാൻ. പൂർണ്ണമായും ശ്വാസകോശം നിറഞ്ഞു കഴിഞ്ഞെന്ന് ബോധ്യപ്പെട്ടാൽ അല്പസമയം ഉള്ളിൽ ശ്വാസം നിർത്തുക. ഇനി സാവധാനം ശ്വാസം പുറത്തേക്ക് വിടണം. ഉള്ളിലേക്കെടുത്തതിന്റെ 2 ഇരട്ടി സമയം കൊണ്ട് ശ്വാസം പൂർണ്ണമായും പുറത്തുവിടുകയാണ് അഭികാമ്യം. കണ്ഠനാളം തുറന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതിനൊപ്പം ഇരുകൈകളും വശങ്ങളിൽ കൂടി ഉയർത്തുന്നതും മറ്റൊരു രീതിയാണ്. ശ്വാസം എടുത്തു കഴിയുമ്പോൾ കൈകൾ തലയ്ക്ക് മുകളിൽ തൊഴുതുപിടിച്ച അവസ്ഥയിലായിരിക്കും. ഇനി അല്പസമയം ശ്വാസം ഉള്ളിൽ നിർത്തുക. തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി പൂർവ്വസ്ഥിതിയിലെത്തുക. ശ്വാസോച്ഛ്വാസ വ്യായാമം. ഉള്ളം കൈകൾ തറയിൽ പതിച്ച് കാലുകൾ ചേർത്ത് നിവർന്നു കിടക്കുക.
മൂക്കിൽ കൂടി കണ്ഠനാളം തുറന്ന് ശ്വാസം ഉള്ളിലേക്ക് സാവധാനം വലിക്കുന്നതോടൊപ്പം കൈകൾ ഉയർത്തി തലയ്ക്ക് പിന്നിൽ എത്തിക്കുക. ശ്വാസം പരമാവധി ഉള്ളിലാക്കി അല്പസമയം അങ്ങനെ കിടക്കുക. ഇനി ശ്വാസം വിടുന്നതോടൊപ്പം കൈകൾ ഉയർത്തി പൂർവ്വസ്ഥിതിയിൽ എത്തണം. ശവാസനം. ആസന പരിശീലനത്തിൽ പ്രാണായാമത്തോടൊപ്പം തന്നെ പ്രാധാന്യം ശവാസനത്തിനുമുണ്ട്. ശരീരത്തിനും മനസ്സിനും നൽകുന്ന പൂർണ്ണ വിശ്രമമാണ് ശവാസനം. ശരീരത്തിന്റെ സകല ഭാഗങ്ങളും തളർത്തി മലർന്നു കിടക്കുക. ശരീരം പൂർണ്ണമായും അയച്ച് ശവതുല്യമാക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ കിടന്ന ശേഷം കാലുകൾ തുടങ്ങി മുകളിലേക്ക് ശരീരം പൂർണ്ണമായും അയഞ്ഞതായി സങ്കല്പിക്കുക. ഒടുവിൽ മുഖത്തെ മാംസപേശികളും അയച്ച് കണ്ണുകൾ അടയ്ക്കുക. പൂർണ്ണമായ വിശ്രമമാണ് ശവാസനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഭ്രമണകം. സുഖാസനത്തിലിരുന്ന് കൈപ്പത്തികൾ ഇരുമുട്ടുകളിലുമായി അമർത്തിവെക്കുക. ഇനി ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് വലത്തേക്ക് പൂർണ്ണമായും ശരീരം വൃത്താകൃതിയിൽ കറക്കിയെടുക്കണം. ഒരു വൃത്തം പൂർത്തിയാക്കിയ ശേഷം സാവധാനം ശ്വാസമെടുക്കുക. തുടർന്ന് ഇടതുവശത്തേക്കും പരിശീലിക്കുക. ശരീരത്തിന് അയവ് വരാനും തുടർന്നുള്ള ആസനങ്ങൾ പരിശീലിക്കാനും ഉതകുന്ന ഒരു വ്യായാമ മുറയാണ് ഭ്രമണകം. പത്മാസനം, സിദ്ധാസനം, സ്വസ്തികാസനം, വജ്രാസനം, വീരാസനം തുടങ്ങിയ ധ്യാനാസനങ്ങളാണിനി. ധ്യാനത്തിനും പ്രാണായാമത്തിനും ഉചിതമായ ആസനങ്ങളാണിവ. പത്മാസനം. പത്മാസനത്തിനായി വലതുകാൽ മുട്ടുമടക്കി കൈകൊണ്ട് പിടിച്ച് ഇടത് തുടയിൽ കയറ്റി പാദം അല്പമൊന്ന് മലർത്തി അടിവയറിനോട് ചേർത്ത് വെക്കുക. ഇടത് കാലും കൈകൊണ്ട് പിടിച്ച് വലതു തുടയിൽ കയറ്റി വെക്കുക. പാദങ്ങൾ കഴിവതും അടിവയറിനോട് ചേർന്നിരിക്കണം. തലയും നട്ടലും നിവർത്തിയിരിക്കുക. കാൽമുട്ടുകൾ തറയിൽ അമർന്നിരിക്കണം. ഇനി കണ്ണുകൾ അടച്ച് കൃഷ്ണമണികൾ പുരികങ്ങളുടെ മധ്യസ്ഥാനമായ ഭ്രൂമധ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചാൽ പത്മാസനമായി. സിദ്ധാസനം. വലതുകാൽ മടക്കി ഉപ്പുറ്റി സീവനി ഞരമ്പിൽ ചേർത്ത് വയ്ക്കുക. ഇടതുകാൽ മടക്കി വലതുകാലിന് മുകളിൽ പാദം നിവർത്തി വെക്കണം. ഇരുകാലുകളുടെയും ഉപ്പുറ്റുകൾ നേർരേഖയിൽ വരുന്ന രീതിയിലാവണം ഇത്. ഇനി കൈകൾ അതാതു വശങ്ങളിലെ കാൽമുട്ടിനു മുകളിൽ വയ്ക്കുക. മനോവിചാരങ്ങളുടെ നിയന്ത്രണമാണ് സിദ്ധാസനത്തിന്റെ മുഖ്യ ലക്ഷ്യം.